ആമസോൺ പ്രൈം വീഡിയോയുടെ പുതിയ റിലീസുകളിലൊന്നാണ് റെഡ് ക്വീൻ എന്ന സ്പാനിഷ് വെബ് സീരീസ്. ഇതേ പേരിലുള്ള സ്പാനിഷ് നോവലിൻ്റെ സീരീസ് അഡാപ്റ്റേഷനാണിത്. 242 IQ ലെവലുള്ള അന്റോണിയ സ്കോട്ട് എന്ന റെഡ് ക്വീനിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ചില പേഴ്സണൽ ഇഷ്യൂ കാരണം ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ് അന്റോണിയ. എന്നാൽ ലോറ ത്രുവേബ എന്ന ബിഗ് ഷോട്ടിൻ്റെ മകൻ ക്രൂരമായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അന്റോണിയ വീണ്ടും ടീമിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. പക്ഷേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. ഇതേ സമയം ജോൺ ഗുത്തിയാറസ് എന്ന പോലീസുകാരൻ കള്ളത്തെളിവുണ്ടാക്കിയ കേസിൽ പെടുന്നു. തുടർന്ന് അന്റോണിയ സ്കോട്ടിനെ തിരിച്ചു കൊണ്ടുവന്നാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നൊരു ഡീൽ ജോണിനെ തേടി വരുന്നു. അന്റോണിയ കുറച്ച് വിചിത്ര സ്വഭാവക്കാരിയായതുകൊണ്ട് തന്നെ അവർ ആരോടും പെട്ടെന്ന് അടിക്കില്ല. ഒടുവിൽ ജോൺ അവളെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയും അവർ രണ്ടുപേരും ചേർന്ന് കേസ് അന്വേഷിക്കുന്നതുമാണ് ബാക്കി കഥ. ഒരു ഷെർലോക്ക് ഹോം സ്റ്റൈലിലുള്ള അന്വേഷണ രീതിയാണ് സ്കോട്ടിൻ്റേത്. ക്രൈം സീൻ അനലൈസിംഗ് ഒക്കെ അത് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ്. വില്ലനും അന്റോണിയയും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ് സീരീസ്. ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ കണ്ടപ്പോൾ ഇത് വേറെ ലെവലിലേക്ക് പോകുമെന്ന് തോന്നി. പക്ഷേ മുന്നോട്ട് പോകുന്തോറും അവിടെയും ഇവിടെയുമൊക്കെയായി ചില ഹൈ മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മളെ എൻഗേജിങ് ആക്കാൻ പോകുന്ന ഒന്നും ഇല്ലാത്തതായി തോന്നി. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിൽ കണ്ടുവരുന്ന സ്ഥിരം ടെംപ്ലേറ്റാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലതും പ്രഡിക്റ്റബിളായി തോന്നി. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകളായാണ് സീരീസ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. നല്ല മേക്കിംഗ് ആണെങ്കിൽ കൂടിയും കഥയിൽ എൻഗേജ് ആവാൻ പറ്റാഞ്ഞതും കഥയിലുള്ള പ്രഡിക്റ്റബിലിറ്റിയുമാണ് നെഗറ്റീവായി തോന്നിയത്. സെക്കൻഡ് പാർട്ടിനുള്ള ഹിൻഡ് കൊടുത്തുകൊണ്ടാണ് ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ താല്പര്യമുള്ളവർക്ക് വെറുതെ ഒരു വട്ടം കണ്ടു നോക്കാം.